ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി കണ്ടാലോ. നമുക്ക് ചട്ടിപ്പത്തിരി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാൻ നല്ല മടിയല്ലേ. അപ്പോൾ നമുക്ക് അതിനായിട്ടാണ് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി കൊണ്ടുവന്നത്. കാരണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയൊരു സംഭവമായിരിക്കാം, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പം അതിനുള്ള പഞ്ചസാര ആദ്യം പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. പഞ്ചസാര ഏലക്കായും കൂടെ. അതിനിടയ്ക്ക് ഞാൻ പൊറോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പൊറോട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ, ചട്ടിപ്പത്തിരി. അതാണ് ഞാൻ സിമ്പിളാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഇതാ 3 മുട്ടയിലേക്ക് കുറച്ച് പാലും ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതും, പിന്നെ ഇതാ അതിലേക്ക് നമ്മുടെ പൊറോട്ട, മെയിൻ ഇൻഗ്രീഡിയൻസ് പൊറോട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ച പൊറോട്ട കേട്ടോ, വീട്ടിലുണ്ടാക്കിയൊന്നുമല്ല. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ അതിലേക്ക് നെയ്യ് ചൂടാക്കിയിട്ട് കാഷ്യൂനട്ട് പിന്നെ കിസ്മിസ് എന്നീ സാധനങ്ങളൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചൂടാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ചധികം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് ചിലർ ചെറിയുള്ളിയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾ അതൊന്നും ചേർത്തിട്ടില്ല. ചിലർക്ക് ആ ഒരു ഉള്ളിൻ്റെ ടേസ്റ്റ് പറ്റില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് കുറച്ച് ചേർക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതെടുത്തിട്ട് നമ്മൾ ആ ഒരു ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ആ തേങ്ങ ചിരകിയതിൻ്റെയും കിസ്മിസും അണ്ടിപ്പരിപ്പും അതെല്ലാം കൂടി മിക്സ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മുകളിൽ വിതറിയിട്ടുണ്ട്. പിന്നെ കസ്കസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇത് സിമ്പിളാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാകുമ്പോൾ എത്ര ബുദ്ധിമുട്ടാറുണ്ട്, പത്തിരി പരത്തി അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പം ഇതൊരു സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ടേസ്റ്റിലൊരു വ്യത്യാസവും ഇല്ല, കറക്റ്റ് ചട്ടിപ്പത്തിരി തന്നെ കേട്ടോ. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ എൻ്റെ ചട്ടിപ്പത്തിരി ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒക്കെ ടാറ്റാ ബൈ ബൈ.